പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഭേദം ഡു ഇറ്റ്. സോ നമ്മളൊരു ചായക്കടയിൽ പണിക്ക് കയറാൻ പോവാണ്. നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ചായനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ഈ കടയിലത്തെ ചായ. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ സീക്രറ്റ്സ് നമ്മൾ ഇന്ന് പൊളിക്കും. എങ്ങനെയാണ് ഒരു കടയിലത്തെ ചായക്ക് ഇത്ര ടേസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കും. ചായ 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 ഒരു ചായ. ചോയ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചായ അടിക്കലാണ്. അപ്പൊ നമ്മൾ കോസ്റ്റ്യൂമിലായിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂമിലാണ് നമ്മളൊരു ചായ അടിക്കാനായിട്ട്. എനിക്ക് ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ട് തൊടാൻ പോണത്. സോ നമ്മൾ പാതാളത്തൊരു കടയിലാണ് വന്നേക്കണത്. സിസ് ദ എൻട്രി പോർഷൻ. സോ പാതാളത്ത് വന്നവർക്ക് ഓണത്തും ബെസ്റ്റ് ചായ കുടിക്കണമെങ്കിൽ ഈ കടയിലോട്ട് വരിക. സോ എന്തുകൊണ്ട് ചായക്കടയിൽ നിന്ന് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാല് ചായ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചായ അടിച്ച എക്സ്പീരിയൻസ് വേണം അല്ലേ? ചായ ഉണ്ടാക്കി തരാ. അയ്യോ എനിക്കറിയില്ല. ദോ ചായ അവർക്ക് 2 ചായ വേണം. അത് ചൂടുള്ള ഒഴിച്ച് കഴുകണം. എന്നിട്ട് 2 ഇത് പഞ്ചസാര. ഒരു ദിവസം ഇവിടെ എത്ര ചായ അടിക്കും? 500 ചായ. 2 നേരം കൂടി ഭയ്യ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. മനസ്സിലായില്ല? പക്ഷെ ഞാൻ ചായ അടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അടുത്ത ആൾ വരുമ്പോൾ ഞാൻ ചായ അടിച്ചു കൊടുക്കും. പുള്ളിയുടെ റിയാക്ഷൻ നോക്കാം. बहुत अच्छा चाय. ഹെവി ചായ. ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ട് നമുക്ക് അടുത്ത ചായ അടിക്കാം. ഇപ്പൊ ഇത്ര നേരം നിന്നിട്ടെങ്കിൽ മനസ്സിലായത് ചായക്കട തുടങ്ങുമ്പോൾ വേണ്ടത് സ്പീഡാണ്. ഫും എന്നരിക്കണ കാര്യങ്ങൾ. സ്ലോയില് കാര്യമില്ല. കാരണം ഒരാൾ ചായ കുടിച്ച് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ബാക്കി 5 പേര് എന്നിട്ട് ചായ വയ്ക്കണം. അപ്പോൾ ആദ്യത്തെ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ഇട്ടിട്ട് പോവും. കസ്റ്റമേഴ്സ് ആർ ദ കിങ്സ്. ഞാനൊരു ചായ കൊണ്ട് അടിക്കട്ടെ. ഇല്ലില്ല. क्या कर रहे हैं? चाय का आई रोड लगा बोली ये वाला के എന്താ വന്നത് എന്താണ് ചാടി ഞാൻ ചായ എടുക്കട്ടെ. ഗ്ലാസ് എടുത്തേ ഞാൻ തരാം. രണ്ടെണ്ണം ചേട്ടൻ 2 ചായ. കൈ പൊള്ളിപ്പോയി. അത് എന്റെ കൈ വീണപ്പോ പൊള്ളിയില്ല. അപ്പൊ ഞാൻ ചൂടില്ലാന്ന്. സ്വർഗം കണ്ടി. സ്പീഡാണ് മെയിൻ. ഫും. സോ നമ്മള് ഇപ്പൊ സേഫ് ആൻഡ് സെക്യൂരിറ്റി അടുത്ത് ചായ അടിക്കാൻ വേണം. എന്നെ കൈ ഇത് നല്ല ഗ്ലാസ്സാ. അത് കഴുകി തന്ന ഉപകാരം. ഒരു ഗ്ലാസ് പഞ്ചസാര ഇടുക. ഇപ്പൊ പാലിൽ പായസത്തിന്റെ മണം. കുടിച്ചിട്ട് എക്സ്പീരിയൻസ് പറ. അത്ര വേണ്ടായിരുന്നു. നല്ല ചായ. പറയണമെന്ന് തോന്നരുത്. വളരെ മോശം ഞാൻ പറയാനില്ല. കുഴപ്പമില്ല. കുറച്ചുകൂടെ അടിക്കണമായിരുന്നു. അതെ, വല്ലാണ്ട് അടിക്കല്ലേ നീ. ജാമ് സാധനം. കുറച്ച് കടുപ്പം കൂടി പോയി. സോ ചായക്കടയിൽ എന്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ചായക്കടയിൽ സ്പീഡാണ് മെയിൻ. ഫും പറഞ്ഞിരിക്കണ കാര്യങ്ങൾ. കാരണം ലാഗ് അടിച്ചാൽ കത്തം. പിന്നെ മനസ്സിലായത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. ചായ എടുക്കാരൻ ന്യൂബ് ആവാൻ പാടില്ല. ഏതെങ്കിലും ബായിനെ പിടിച്ചൊന്നല്ല ചെയ്യേണ്ടത്. എക്സ്പീരിയൻസ്ഡ് ആളായിരിക്കണം ചായ അടിക്കാൻ നിൽക്കണത്. ഓൾസോ പാലിന് ഓരോ തുള്ളിയും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി. വെറുതെ കളയരുത്. ഒരു ദിവസം ഒരു 500 ചായ അടിക്കുമെന്ന് വിചാരിച്ചോ. ഇപ്പോഴത്തെ ചായയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 15 രൂപ. അപ്പോൾ 15 × 500 ഒരു ദിവസം 7500 രൂപ.
ഓൾസോ ഞാൻ ഒരു മാസം ഇവർക്ക് എത്ര രൂപ കിട്ടണമെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഓർക്കണം, ഇതിൽ നിന്ന് ഇവർക്ക് ഗ്യാസിൻ്റെ കാശ്, പാലിൻ്റെ ഗ്യാസ്, വെള്ളക്കാശ്, പണിക്കാശ്, റെൻറ്റ്, ഇലക്ട്രിസിറ്റി ഇതൊക്കെ പോവും. സോ ഒരു മാസം എന്ന് പറയണത് 30 ദിവസമാണ്. അപ്പോൾ 7500 × 30 ഒരു മാസം. അതേ മറന്നതിൽ എത്രയായിരുന്നു മാസം? 2,25,000 രൂപ. സോ ഗൈസ്, ഇനി എപ്പിസോഡ് 3 നിങ്ങൾ കാണാൻ പോകുന്നത് ചായക്കടേൻ്റെ തുടക്കമായിരിക്കും. നമ്മൾ ലൊക്കേഷൻ ഹണ്ടും അങ്ങനെ കുറേ പരിപാടീസ് ചെയ്യും. Let's go, subscribe. Thank you for watching. Love you.